പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ചൂടേറുകയാണ്. അതിന്റെ കേന്ദ്ര ബിന്ദുവായി പുതിയൊരു പേര് ഉയർന്നുവരുന്നു: ജനറൽ അസിം മുനീർ. സമീപകാലത്ത് പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ സൈനിക ഇടപെടലുകൾക്ക് പുതിയ മാനം നൽകിക്കൊണ്ട് മുനീർ നടത്തിയ നീക്കങ്ങളും അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ഉടൻ പദവി ഒഴിയുമെന്നും മുനീർ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുമെന്നുമുള്ള അഭ്യൂഹങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. പാകിസ്ഥാന്റെ സൈനിക ചരിത്രവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം ഏറെ സങ്കീർണമാണ്. ഒരു ജനാധിപത്യ രാജ്യമായിരിക്കുമ്പോഴും പലപ്പോഴും സൈന്യത്തിന്റെ താൽപര്യങ്ങൾക്കാണ് അവിടെ മുൻഗണന ലഭിക്കാറുള്ളത്. ഈ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ വേണം ജനറൽ അസിം മുനീറിന്റെ ഇപ്പോഴത്തെ പ്രസ്താവനകളെയും നീക്കങ്ങളെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമീപകാലത്ത് പാകിസ്ഥാൻ രാഷ്ട്രീയം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിരുന്നു. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അറസ്റ്റും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ പ്രക്ഷോഭങ്ങളും സൈന്യത്തിന്റെ ശക്തിക്ക് ഒരു വെല്ലുവിളിയായി പലരും കണ്ടിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മുനീർ സൈനിക മേധാവിയായി ചുമതലയേറ്റത്. സൈനിക മേധാവിയായി ചുമതലയേറ്റ ശേഷം മുനീർ അമേരിക്കയിൽ നടത്തിയ രഹസ്യ സന്ദർശനങ്ങൾ നിരവധി ഊഹാപോഹങ്ങൾക്ക് വഴിവെച്ചു. പാകിസ്ഥാനിലെ സാധാരണ നടപടിക്രമം അനുസരിച്ച് വിദേശകാര്യങ്ങളിൽ പ്രധാനമന്ത്രിയാണ് പൊതുവെ മുൻകൈയെടുക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയെ ഒഴിവാക്കി മുനീർ നേരിട്ട് ഉന്നത US ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയത് സൈനിക നേതൃത്വം സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്നു എന്നതിന് വ്യക്തമായ സൂചന നൽകുന്നു. ചൈനയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം പുതിയ തലത്തിലെത്തിയ ഈ കാലഘട്ടത്തിൽ പാകിസ്ഥാൻ ഏത് ചേരിയിൽ നിൽക്കുമെന്നത് അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ സന്ദർശനം പാകിസ്ഥാൻ സൈന്യത്തിന്റെ അമേരിക്കയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും അതുവഴി രാജ്യത്തിന്റെ വിദേശ നയത്തിൽ സ്വാധീനം ചെലുത്താനുമുള്ള ശ്രമമായി വ്യാഖ്യാനിക്കപ്പെട്ടു. അതേസമയം പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി സ്ഥാനമൊഴിയുമെന്നും മുനീർ അടുത്ത പ്രസിഡന്റ് ആകുമെന്നുമുള്ള വാർത്തകൾക്ക് ശക്തി പകരാൻ ഈ നീക്കങ്ങൾക്ക് കഴിഞ്ഞു. പാകിസ്ഥാനിൽ പ്രസിഡന്റ് സ്ഥാനം ഒരു അലങ്കാര പദവി മാത്രമാണ്. പക്ഷേ രാഷ്ട്രീയ അസ്ഥിരത നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ സൈനിക മേധാവിക്ക് എളുപ്പത്തിൽ ആ പദവിയിലേക്ക് എത്താൻ സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ പല സൈനിക മേധാവികളും അധികാരം പിടിച്ചെടുത്ത ചരിത്രം പാകിസ്ഥാനിലുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ മുനീറിന് രാഷ്ട്രീയ പ്രവേശനത്തിന് താല്പര്യമില്ലെന്ന് ബെൽജിയൻ പത്രത്തോട് പറഞ്ഞത് ഒരു സാധാരണ പ്രസ്താവനയായി കാണാൻ കഴിയില്ല. സൈന്യം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്കിടയിൽ താൻ ജനാധിപത്യപരമായ മൂല്യങ്ങളെ മാനിക്കുന്നുവെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായി ഇതിനെ വിലയിരുത്താം. മുനീറിന്റെ വാക്കുകൾ ഇമ്രാൻഖാനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും എതിരെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. ഇമ്രാൻഖാൻ സൈന്യത്തിനെതിരെ പരസ്യമായ നിലപാടുകൾ എടുത്തിരുന്നു. ഇതിന് മറുപടിയായി രാഷ്ട്രീയ അനുരഞ്ജനം സാധ്യമാകണമെങ്കിൽ ആത്മാർത്ഥമായ ക്ഷമാപണം ആവശ്യമാണെന്ന് മുനീർ പറഞ്ഞത് ഇമ്രാൻഖാനെ ലക്ഷ്യം വെച്ചാണ്. ഇതിലൂടെ പാകിസ്ഥാനിൽ സൈന്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും നിലനിൽപ്പില്ലെന്ന ശക്തമായ സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. മുനീറിന്റെ വ്യക്തിപരമായ ജീവിതം അദ്ദേഹത്തിന്റെ ശക്തിക്ക് തെളിവാണ്. ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റർ സർവീസസ് ഇന്റലിജൻസ്, ഡയറക്ടർ ജനറൽ മിലിറ്ററി ഇന്റലിജൻസ് എന്നീ രാജ്യത്തെ ഏറ്റവും രഹസ്യാത്മകവും ശക്തവുമായ പദവികൾ അദ്ദേഹം വഹിച്ചു. ഈ പദവികളിലൂടെ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലെയും സൈനിക വിഭാഗത്തിലെയും എല്ലാ നിഗൂഢതകളും അദ്ദേഹത്തിന് നന്നായി അറിയാം. പാകിസ്ഥാൻ സൈന്യത്തിലെ അതിശക്തമായ സ്വാധീനത്തെ ഇത് സൂചിപ്പിക്കുന്നു. ഇന്ത്യ പാക് ബന്ധങ്ങളിൽ മുനീറിന്റെ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ അദ്ദേഹമാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് കാരണം ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൽ അദ്ദേഹത്തിനുള്ള അടിയുറച്ച വിശ്വാസമാണ്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും രണ്ട് രാജ്യങ്ങൾ വേണമെന്ന ഈ സിദ്ധാന്തം പാകിസ്ഥാന്റെ അടിസ്ഥാനപരമായ ആശയങ്ങളിൽ ഒന്നാണ്. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന്റെ പൊതുവായ നിലപാടുകളേക്കാൾ കർക്കശമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഈ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറല്ലെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ചുരുക്കത്തിൽ ജനറൽ അസിം മുനീർ കേവലം സൈനിക മേധാവി എന്നതിലുപരി പാകിസ്ഥാന്റെ രാഷ്ട്രീയ വിദേശ നയങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു തന്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും പ്രസ്താവനയും രാജ്യത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്താൻ സാധ്യതയുണ്ട്.
പാകിസ്ഥാൻ രാഷ്ട്രീയം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മുനീറിന്റെ തന്ത്രപരമായ നിലപാടുകൾ ഏറെ നിർണായകമാണ്.